അങ്ങനെ ഞാൻ റെഡിയായി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡിയായി ഇറങ്ങി. പിന്നെ മുടിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഹെൽമെറ്റ് വെച്ച് നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത്. ഞങ്ങളുടെ താരത്തിന് നോക്കട്ടെ. അങ്ങനെ റെഡി ആയിരിക്കാണ് സുഹൃത്തുക്കളെ. പക്ഷെ പൂ കിട്ടിയില്ല, പോവില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമം. ഞാൻ ആക്ച്വലി രാവിലെ അത് ഓർത്തത്, പിന്നെ ഇങ്ങോട്ട് വരാനുള്ള പിടപ്പിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഓഫീസിൽ നിന്ന് നേരെ ഹാളിലേക്ക് പോകട്ടോ. അങ്ങനെ എനിക്ക് പൂ കിട്ടി കേട്ടോ അവസാനം. അപ്പോൾ എന്തായാലും ഞാൻ ഹാളിലെത്തി. ഇവിടെ ഡെക്കറേഷൻ്റെ പരിപാടികളും അതേപോലെ പൂക്കളിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ അതവിടെ ബലൂൺ വീർപ്പിക്കൽ, പിന്നെ പൂക്കളം അരിയൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സൈഡിൽ പാരലായിട്ട് അവിടെ പൂക്കളം ഇട്ടുകൊണ്ട് വയ്ക്കുന്നുണ്ട്. ഗെയിംസിന് വേണ്ട ബലൂൺസൊക്കെയാണ് കേട്ടോ അവരിങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. അപ്പോൾ പൂക്കളം ഓൾമോസ്റ്റ് ഫിനിഷിങ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും കുറേ ആളുകൾ വരാനുണ്ട്, കുറേ പേര് എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവരെ വിളിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ പാരലലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ പൂക്കളം ഇട്ട് ഫിനിഷ് ചെയ്യാണ്. എന്നിട്ട് വേണം നമുക്ക് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാനല്ലോ. എല്ലാവരും ഫോട്ടോ ആണെന്ന് വെച്ചിട്ട് വന്നിട്ടാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് വ്ളോഗാണ് എന്നുള്ളത്. അങ്ങനെ മാവേലി റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മാവേലി റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ ഇനിയും ആളുകൾ വരാനുണ്ട്. പക്ഷേ അധികം സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നമ്മളിവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനോഗ്രേഷനൊക്കെ ഇവിടെ ഒരുവിധം സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടെക്നിക്കലും നോൺ ടെക്നിക്കലും അതേപോലെ സപ്പോർട്ടിങ് സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇരുന്നാലും ആസനസ്ഥനായാലും. അപ്പോൾ നമ്മൾ ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സാറുമാരെല്ലാവരും തിരി തെളിയിച്ച് വിളക്ക് കൊളുത്തി നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം മാവേലി ഇവിടെ വിറ്റ്നസ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രയറും വെൽക്കം സ്പീച്ചൊക്കെ കഴിയുമ്പോഴേക്കും ആളുകൾ എത്തി തുടങ്ങി. ഇങ്ങനെ ഐഫോൺ കിട്ടിയ സന്തോഷത്തിൽ വീഡിയോസ് എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഗേൾസിൻ്റെ തകർക്കലിന് ശേഷം ബോയ്സ് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ വീഡിയോ സെപ്പറേറ്റഡ് ആട്ടോ. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗെയിംസ് നല്ല കട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഇവിടെ എല്ലാവരും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഞാൻ എന്താ പാട്ട് പാടാണ് ഗൈസ്. ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡിൻ്റെ സെഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. കത്തി അടിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കിടലൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെയർ തിരിച്ചിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മൾ വിളമ്പാനും കാര്യങ്ങൾക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നിന് മുമ്പ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് സെഷന് തൊട്ട് മുമ്പാണ് കേട്ടോ നമ്മളിരിക്കണേ. 3ാമത്തെ പന്തിയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ആ ചോറ് വന്നു. നല്ല സദ്യയായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം കഴിച്ച ഒരു സദ്യ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ക്ലീൻ ചെയ്യാൻ കൂടണം. അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കത്തി അടിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എടുത്ത ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്തു.